നമസ്കാരം, ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 20-24 വർഷങ്ങളായിട്ട് ആഗോളതലത്തിലും നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തുമൊക്കെ തന്നെ പലവിധ ലക്ഷ്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് വികസന മേഖലയിൽ കഴിഞ്ഞ 2000 തൊട്ട് 2015 വരെ സഹസ്രാബ്ദ വികസന ലക്ഷ്യങ്ങളെക്കുറിച്ചും ശേഷം 2015 ശേഷം ഇപ്പോൾ നിലവിൽ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെക്കുറിച്ചും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. എന്താണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ, അതിന്റെ ആവശ്യകത എന്താണ് എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ അതിഥിയായിട്ട് നമ്മോടൊപ്പം ഉള്ളത് പ്രിയപ്പെട്ട സുകന്യ മാഡമാണ്. മാഡം കിലയുടെ കേരള ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അതിന്റെ സെന്റർ ഫോർ SDGകളുടെ ചുമതല വഹിക്കുന്നു. ഒപ്പം കിലയുടെ തന്നെ റിസർച്ച് അസോസിയേറ്റ് ആയിട്ട് പ്രവർത്തിക്കുകയാണ്. സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെക്കുറിച്ചും അവയുടെ പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ ഇന്ന് മാഡം നമ്മളോട് പങ്കുവെക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ മാഡത്തിൽ നിന്ന് നമുക്ക് കേൾക്കാം. മാഡത്തിനെ ഈ പരിപാടിയിലേക്ക് നിങ്ങളുടെ ഏവരുടെയും നാമത്തിൽ ഏറെ ആദരപൂർവ്വം ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം മാഡം. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ നമ്മൾ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെ കുറിച്ച് ഇപ്പോ ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് കേരളം നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ വികസന ലക്ഷ്യങ്ങൾ, അതിന്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രാദേശിക തലത്തിലുള്ള വികസനം എങ്ങനെ നടപ്പിലാക്കാം, അതൊരു മാനവിക വികസനത്തിന്റെ ഭാഗമായി കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ് ഇന്ത്യയുടെ വികസന സ്വപ്നങ്ങൾ നടപ്പിലാക്കുന്നത്, ഈ ഒരു അജണ്ട നടപ്പിലാക്കണമെന്നുള്ള ആവശ്യകതയോടുകൂടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ 195 രാജ്യങ്ങൾ ഒപ്പുവെച്ച കരാറിൽ ഇന്ത്യയും കൂടെ ഒപ്പിട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് 2015 ഇന്ത്യ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ തുടങ്ങിയത്. ആദ്യഘട്ടത്തിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ ചെയ്യണമെന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആസൂത്രണം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ, കാരണം ഇതിന്റെ തൊട്ടു മുമ്പ് സഹസ്രാബ്ദ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനം നമ്മൾ ആരംഭിച്ചിരുന്നു. പക്ഷേ സൂക്ഷ്മതലത്തിലുള്ള പരിശോധന, അതിന്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള അനാലിസിസ് പ്രോസസ്സ്, ഇതൊന്നും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു മോണിറ്ററിംഗ് സംവിധാനത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിരുന്നില്ല. അപ്പൊ ആ ഒരു ഗ്യാപ്പ് ഫുൾഫിൽ ചെയ്യുന്നതിനും കൂടെ വേണ്ടിയിട്ടാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റവും വ്യക്തമായ രീതിയിൽ മോണിറ്റർ ചെയ്ത് ഓരോ സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനുള്ള ഒരു സംവിധാനം കൂടെ ആയിട്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 2015 ഇതിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതില് ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് നീതി ആയോഗിനെ ഇതിന്റെ ചുമതല ഏർപ്പെടുത്തുകയും അതിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെ ഓരോ സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളെ എങ്ങനെ വിലയിരുത്താം എന്നുള്ളതൊക്കെയായിരുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ആവശ്യകത. അപ്പൊ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് തന്നെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ, 17 സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ ഏത് രീതിയിലാണ് ഇന്ത്യ നോക്കിക്കാണുന്നത്, അതിനനുസൃതമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റൽ ഫ്രെയിംവർക്കിലൂടെ ഇന്ത്യ ഒട്ടാകെയുള്ള പ്രവർത്തനങ്ങളെ, വികസന ലക്ഷ്യങ്ങളെ അസസ് ചെയ്യുന്നതിനും അതനുസരിച്ചിട്ടുള്ള തുടർ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാനുമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇതിനോടകം തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. അതിലുള്ള 17 സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോ ലക്ഷ്യങ്ങളും ഓരോ രീതിയിൽ സ്പെസിഫിക് ആയി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും കൂടെ കൂട്ടിയിണക്കി ചേർത്തുകൊണ്ട് ഒരു മാനവിക വികസനം എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും ഒരു സംയോജന പ്രവർത്തനത്തിലൂടെ എങ്ങനെ നടപ്പിലാക്കാം, ഈ ഒരു അജണ്ടയിൽ നമ്മുടെ സംസ്ഥാനം ഉൾപ്പെടെ, കേരളം ഉൾപ്പെടെ ഇതിന്റെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് തുടങ്ങി. ഈ ഘട്ടത്തിൽ ആദ്യത്തെ സുസ്ഥിര വികസന ലക്ഷ്യമായിട്ടുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അതായത് ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി, നോ പോവർട്ടി എന്നുള്ള രീതിയിലാണ് അതിനെ ഡെസിമിനേറ്റ് ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായും ഏറ്റവും താഴത്തെ തട്ടിലുള്ള ജനങ്ങൾക്ക് ദാരിദ്ര്യമുക്ത ഒരു ഭരണം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അത്തരത്തിൽ ഒരു സംവിധാനം എങ്ങനെ ഏർപ്പെടുത്താൻ പറ്റും എന്നുള്ളതായിരുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആദ്യഘട്ടം തീരുമാനിച്ചത്. രണ്ടാമത്തേത് സീറോ ഹങ്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഗോളായിരുന്നു അവർ സംസാരിച്ചിരുന്നത്. മൂന്നാമത്തെ ഗോളായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യമായിട്ട് പറയുന്നത് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ആണ്. അപ്പൊ ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് എന്ന് പറയുമ്പോൾ തന്നെ ആരോഗ്യ മേഖലയെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ്, വികസനങ്ങളാണ് ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ടത്, അതനുസരിച്ചിട്ട് ആഗോളതലത്തിലേക്ക് ഇതിന്റെ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം ഇന്ത്യയുടെ പ്രവർത്തന പുരോഗതി ചൂണ്ടിക്കാണിക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ് ഈ മൂന്നാമത്തെ ഗോളിൽ അല്ലെങ്കിൽ നമ്മുടെ വിഷയത്തിൽ ഇവിടെ അവതരിപ്പിക്കുന്നത്.
നാലാമത്തെ വിഷയമേഖലയായിട്ട് നമ്മുടെ സുസ്ഥിര വികസന ലക്ഷ്യമായിട്ട് പറയുന്നത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ്, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം. വിദ്യാഭ്യാസ മേഖലയിൽ നിലവിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലത്തെ സംസ്ഥാനങ്ങളിൽ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇതിനോടകം തന്നെ നടത്തിക്കഴിഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിന്റെ ഒരു അസസ്മെന്റ് പ്രോസസ്സിലേക്ക് വരുമ്പോൾ ഇനി ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് ഈ പൂർണ്ണമായിട്ടും ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തതയിലേക്ക്, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരുന്നതിന് എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് എടുക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മളിപ്പം ഇതിനോടകം തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ അഞ്ചാമത്തെ സുസ്ഥിര വികസന ലക്ഷ്യമായിട്ട് പറയുന്നത് ജെൻഡർ ഇക്വാലിറ്റി ആണ്. ജെൻഡർ ഇക്വാലിറ്റിയുടെ ബേസിസിൽ തന്നെ സംസാരിക്കുമ്പോൾ സ്ത്രീകൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് മാത്രമല്ല, ജെൻഡറിന് പൂർണ്ണമായും ഏതൊക്കെ തരത്തിലായിരിക്കണം, ജെൻഡർ ഇക്വാലിറ്റി ഏതൊക്കെ തരത്തിലായിരിക്കണം എന്നൊരു കാര്യമാണ് ഇതിന്റെ ഭാഗമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആറാമത്തെ നമ്മുടെ സുസ്ഥിര വികസന ലക്ഷ്യമായിട്ട് സൂചിപ്പിക്കുന്നത് ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ആണ്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ എല്ലാവർക്കും ശുദ്ധമായ കുടിവെള്ള ലഭ്യത ഉറപ്പാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടെ ഇതിന്റെ ഭാഗമായിട്ട് കാണിക്കുന്നുണ്ട്. ഏഴാമത്തെ സുസ്ഥിര വികസന ലക്ഷ്യമായിട്ട് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത് അഫോർഡബിൾ ഗ്രീൻ എനർജി. എങ്ങനെ നമുക്ക് എനർജി സേവിങ്സിലൂടെ ഇന്ത്യ ഒട്ടാകെ പൂർണ്ണമായിട്ടും ഊർജ്ജ സംരക്ഷണം എന്ന് പറയുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇതായിരുന്നു ഏഴാമത്തെ സുസ്ഥിര വികസന ലക്ഷ്യമായിട്ട് നമ്മൾ പറയുന്നത്. എട്ടാമത്തെ സുസ്ഥിര വികസന ലക്ഷ്യമായിട്ട് പറയുന്നത് ഡീസന്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത് ആണ്. തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് മോണിറ്ററിംഗിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള സൂചകങ്ങളിലൂടെയാണ് നമ്മൾ ഇതിന്റെ അസസ്മെന്റ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അത് എട്ടാമത്തെ സുസ്ഥിര വികസന ലക്ഷ്യമായിട്ട് നമ്മൾ പറയുന്നു. ഇനി ഒമ്പതാമത്തെ സുസ്ഥിര വികസന ലക്ഷ്യമായിട്ട് പറയുന്നത് തന്നെ ഇൻഡസ്ട്രി, ഇന്നോവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഏറ്റവും നല്ല രീതിയിലുള്ള പുരോഗതി എങ്ങനെ നമ്മുടെ സംസ്ഥാനത്ത്, ഇന്ത്യയിൽ മൊത്തം കൊണ്ടുവരണം എന്നുള്ളതൊക്കെ സൂചിപ്പിക്കുന്നത് ഒമ്പതാമത്തെ സുസ്ഥിര വികസന ലക്ഷ്യത്തിലാണ്. ഇനി പത്താമത്തെ സുസ്ഥിര വികസന ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ റെഡ്യൂസ്ഡ് ഇനീക്വാലിറ്റീസ് എന്ന് പറഞ്ഞിട്ടാണ്, അസമത്വം കുറയ്ക്കുക. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് സംസാരിക്കുമ്പോൾ കുട്ടികൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ, അതുപോലെ തന്നെ സ്ത്രീകൾക്കും ഓരോ നമ്മുടെ വൾണറബിൾ ഗ്രൂപ്പുകൾ മൊത്തമായിട്ട് തന്നെ ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് സൂചിപ്പിക്കാം. അപ്പൊ അതിൽ നിന്നും ഒരു വിമുക്തി അല്ലെങ്കിൽ ഒരു മോചനം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ റെഡ്യൂസ്ഡ് ഇനീക്വാലിറ്റീസ് എന്ന് പറയുന്ന സുസ്ഥിര വികസന ലക്ഷ്യത്തിലൂടെ നേടാൻ ഉദ്ദേശിക്കുന്നത്. ഇനി 11ാമത്തെ സുസ്ഥിര വികസന ലക്ഷ്യം എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ആണ്. അപ്പം സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് സൂചിപ്പിക്കുന്നത് സുസ്ഥിര, അതായത് എല്ലാവർക്കും സ്ഥിരമായിട്ടുള്ള ഒരു പാർപ്പിടം ഉണ്ടാക്കുക, അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അത്തരത്തിലുള്ള മോണിറ്ററിംഗ് ഇൻഡിക്കേറ്റേഴ്സിനെ എല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത് 11ാമത്തെ സുസ്ഥിര വികസന ലക്ഷ്യത്തിലാണ്. ഇനി 12ാമത്തെ സുസ്ഥിര വികസന ലക്ഷ്യമായിട്ട് പറയുന്നത് റെസ്പോൺസിബിൾ കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ ആണ്. നമ്മൾ സുസ്ഥിര ഉപഭോഗം എന്നുള്ള രീതിയിലാണ് ഇതിന്റെ പ്രവർത്തനങ്ങളെ നമ്മൾ നോക്കിക്കാണുന്നത്. ഇനി 13ാമത്തെ സുസ്ഥിര വികസന ലക്ഷ്യം, ഇതിൽ നമ്മൾ പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ആഗോളതലത്തിൽ തന്നെ ചർച്ചാ വിഷയമായിട്ടിരിക്കുന്ന ക്ലൈമറ്റ് ചേഞ്ച് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ സൂചിപ്പിക്കുന്നത് ഈ 13ാമത്തെ സുസ്ഥിര വികസന ലക്ഷ്യത്തിലാണ്. ഇനി 14ാമത്തെ സുസ്ഥിര വികസന ലക്ഷ്യം എന്ന് പറയുന്നത് ലൈഫ് ബിലോ വാട്ടർ ആണ്. ലൈഫ് ബിലോ വാട്ടറിൽ, അതായത് കടൽ ജീവജാലങ്ങളുടെയും അവരുടെ മൊത്തം സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാം എന്നുള്ളൊരു കാര്യമായിരുന്നു നമ്മൾ അവിടെ സൂചിപ്പിക്കുന്നത്. ഇനി 15ാമത്തെ സുസ്ഥിര വികസന ലക്ഷ്യമായിട്ട് പറയുന്നത് ലൈഫ് എബവ് വാട്ടർ ആണ്. അതായത് കരയിലെ ജീവജാലങ്ങളുടെ ലൈഫ് ഓൺ ലാൻഡ് എന്നും കൂടെ നമ്മൾ അത് ഉദ്ദേശിക്കുന്നുണ്ട്. കരയിലെ ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും കൂടെ ഇതിന്റെ ചർച്ചാ വിഷയമായിട്ട് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ 16ാമത്തെ സുസ്ഥിര വികസന ലക്ഷ്യമായിട്ട് പറയുന്നത് പീസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഏറ്റവും നല്ല രീതിയിലുള്ള ഭരണ സംവിധാനങ്ങൾ നടപ്പിലാക്കാനും സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം പൂർണ്ണമായിട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും പങ്കാളിത്തത്തോടു കൂടെ ഇതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതാണ് നമ്മളൊരു 16ാമത്തെ സുസ്ഥിര വികസന ലക്ഷ്യത്തിൽ നമ്മൾ സൂചിപ്പിക്കുന്നത്. ഒപ്പം 17ാമത്തെ സുസ്ഥിര വികസന ലക്ഷ്യം, ഈ 16 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെയും ഒരു ഏകോപനം, എല്ലാവരുടെയും പാർട്ട്ണർഷിപ്പോടുകൂടെ, പങ്കാളിത്തത്തോടുകൂടെ ഇതിനെ മുൻനിർത്തി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളും അതിന്റെ വികസന പ്രവർത്തനങ്ങളുമാണ് നമ്മൾ 17ാമത്തെ സുസ്ഥിര വികസന ലക്ഷ്യത്തിൽ സൂചിപ്പിക്കുന്നത്. അതായത് ഈ 17 സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ഇതിന്റെ അജണ്ടയായിട്ട് നമ്മൾ പറയുമ്പം എല്ലാ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ, ഒരു 5
പി അപ്രോച്ചിലൂടെ മുന്നോട്ട് പോയി ഇതിന്റെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുക എന്നുള്ള ഒരു ആശയം കൂടെ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഉദ്ദേശിക്കുന്നത് ഒരു മാനവിക വികസനം എന്ന് പറയുന്ന കാഴ്ചപ്പാടും ഈ കാഴ്ചപ്പാടിന് അനുസൃതമായ കൊണ്ട് തന്നെ എങ്ങനെയാണ് എല്ലാ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും നമുക്ക് കൊണ്ടുവരാൻ പറ്റുക, ആ കാര്യങ്ങളെയാണ് ഈ 5P അപ്രോച്ചിലൂടെ 17 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലായിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ പി ആയിട്ട് നമ്മൾ സംസാരിക്കുന്നത് പീസ് തന്നെയാണ്, സമാധാനപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. രണ്ടാമത്തെ നമ്മൾ പറയുന്നത് പ്ലാനറ്റ് ആണ്, അതായത് ഗ്രഹം. ഓവറോൾ ഒരു പെർസ്പെക്റ്റീവ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ടച്ച് ചെയ്തുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ് രണ്ടാമത്തെ പ്ലാനറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം നമ്മൾ പറയുന്നത് പീപ്പിൾ ആണ്, ജനങ്ങളുമായിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ വികസനം. ഇതായിരുന്നു മൂന്നാമത്തെ പിയിൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നാലാമത്തെ പി ആയിട്ട് നമ്മൾ പറയുന്നത് പ്രോസ്പെരിറ്റി ആണ്, എല്ലാ തരത്തിലുള്ള അഭിവൃദ്ധി ഇതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരിക. ഇനി അഞ്ചാമത്തെ പി ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പങ്കാളിത്തം തന്നെയാണ്. അപ്പൊ ഈ പറയുന്ന എല്ലാ പികളുടെയും ഒരു ഔട്ട്പുട്ട് ആയിട്ടാണ് നമ്മൾ 17 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെ ഉൾച്ചേർത്തുകൊണ്ട് ഇവിടുത്തെ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിനെ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് കൊണ്ടുപോയി. ഇപ്പോ നമ്മൾ ഒരു 5 വർഷം, 5 അല്ല 2025 ഇപ്പൊ നമ്മള്. അപ്പൊ 10 വർഷം പിന്നിട്ട സാഹചര്യത്തിൽ 2020 കൂടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇതിനൊരു പുതിയ സ്ട്രക്ചറൽ തലത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഉദ്ദേശിച്ചു. അപ്പൊ 17 സുസ്ഥിര വികസന ലക്ഷ്യം എന്ന് പറയുമ്പോൾ 5P അപ്രോച്ചിലൂടെ എല്ലാ തരത്തിലുള്ള ഒരു മാനവിക വികസനം എന്നുള്ളതാണ്, ആ ഒരു കൺസെപ്റ്റ് ആണ് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിലുള്ള നമ്മുടെ ഗ്യാപ്സ് എന്താണോ അത് ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് ഗോളുകളായിട്ടാണ്, ലക്ഷ്യങ്ങളായിട്ടാണ് 17 എണ്ണത്തിനെ നമ്മൾ ഇലോബറേറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്തത്. ഈ 17 ഗോളുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ മൊത്തം എല്ലാ സംസ്ഥാനങ്ങളുടെയും പ്രവർത്തനങ്ങളെ ഈ രീതിയിലേക്ക് ഏകോപിപ്പിച്ച് കൊണ്ടുവരുന്നതിനും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം തന്നെ 73rd 74th അമെൻമെന്റ് ആക്ട് പ്രകാരം ഇതിന്റെ മേജർ റോള് വഹിക്കാൻ കഴിയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് എന്നുള്ളത് കൊണ്ടും ഈ ഓരോ വിഷയമേഖലകളെയും ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ് തന്നെയാണെന്നും മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ 17 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ പ്രവർത്തനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് പൂർണ്ണമായും അതിന്റെ വികസന കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഇതിന്റെ തുടക്കം എന്നോണം നമ്മൾ ചെയ്തു വന്നത്. അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഓരോ വികസന ലക്ഷ്യത്തിലും ഇതിന്റെ പ്രാദേശിക തലത്തിലുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ ഒരു അസസ്മെന്റിലേക്കും കൂടെ നമ്മൾ കിടക്കേണ്ടി വരികയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നീതി ആയോഗ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള നാഷണൽ ഇൻഡിക്കേറ്റർ ഫ്രെയിംവർക്കിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഓരോ സംസ്ഥാനങ്ങളുടെയും റാങ്ക് നിർണ്ണയിക്കുന്നതിനുള്ള ഒരു സംവിധാനം കൂടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജുമായി അസോസിയേറ്റ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തു. അപ്പൊ ഈ നീതി ആയോഗ് പബ്ലിഷ് ചെയ്തിട്ടുള്ള നാഷണൽ ഇൻഡിക്കേറ്റർ ഫ്രെയിംവർക്കിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഓരോ സംസ്ഥാനങ്ങളുടെയും റാങ്ക് 2016 മുതൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. പക്ഷേ 2017 ആദ്യത്തെ റിപ്പോർട്ട് നീതി ആയോഗ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2017 ആദ്യത്തെ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കേരളമാണ് 1ാം സ്ഥാനത്ത് നിന്നത്. അതിനുശേഷം 2018 രണ്ടാമത്തെ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തു. ആ സമയത്തും കേരളം തന്നെയാണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അതിനുശേഷം 2019-20 കാലഘട്ടത്തിൽ 3ാമത്തെ റിപ്പോർട്ടും പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പോഴും കേരളം തന്നെയാണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഏറ്റവും ഫൈനലി ഇപ്പം 4ാമത്തെ റിപ്പോർട്ട്, അതായത് കോവിഡിന് ശേഷം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്തിട്ടിരിക്കുന്ന റിപ്പോർട്ടാണ്. ഇപ്പം 2024 ഈ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ സമയത്തും നമ്മൾ കേരളം തന്നെയാണ് 1ാം സ്ഥാനത്ത് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റാങ്കിങ്ങിൽ, ഇന്ത്യയുടെ റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 2020 ശേഷം ഇന്ത്യ ഒരു ന്യൂ സ്ട്രാറ്റജിയിലേക്ക്, ഒരു ട്രാൻസ്ഫോർമേറ്റീവ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറുകയാണ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പ്രാദേശിക തലത്തിലുള്ള പ്രവർത്തനങ്ങൾ അസസ് ചെയ്യുന്നതിനുള്ള കാറ്റഗറി ഉണ്ടാക്കണമെന്നും ഇതനുസരിച്ച് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ വിലയിരുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള മോണിറ്ററിംഗ് ഇൻഡിക്കേറ്റേഴ്സ് പ്രാദേശിക തലത്തിൽ വികസിപ്പിക്കണം എന്നൊക്കെയായിരുന്നു
മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജിന്റെ മെമ്പർ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള 17 ഗ്രൂപ്പുകളെ അസോസിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 13 മെമ്പർ സെക്രട്ടേറിയറ്റുകൾ രൂപീകരിച്ചത്. ഈ 13 മെമ്പർ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള ഈ കമ്മിറ്റിയാണ് ഇന്ത്യയിലുള്ള സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ മൊത്തം പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം നടപ്പിലാക്കേണ്ടത്, ഇനി എന്തൊക്കെയാണ് അതിന്റെ ഗ്യാപ്പ് അസസ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 2020 ആയപ്പോൾ തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ ഒരുവിധം പ്രാദേശിക തലത്തിലൊക്കെ നടപ്പിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട്, ഓരോ സംസ്ഥാനങ്ങളെയും വിലയിരുത്താൻ തുടങ്ങിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ബോധ്യപ്പെടുകയുണ്ടായി. അപ്പം 2 രീതിയിൽ ഇതിന്റെ ആസൂത്രണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാമെന്ന് മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ് തീരുമാനിച്ചു. അതിന്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് നാഷണൽ ഇൻഡിക്കേറ്റർ ഫ്രെയിംവർക്കിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് 17 സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾക്ക് അസസിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് 169 ടാർഗറ്റുകൾ, ഉപലക്ഷ്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് രൂപീകരിക്കുകയും ഈ 169 ടാർഗറ്റുകളെ അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 300-ൽ പരം സൂചകങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സൂചകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യയുടെ മൊത്തം ഓരോ സംസ്ഥാനങ്ങളുടെയും റാങ്ക് നില നിർണ്ണയിക്കുന്നത്. അപ്പം നമുക്കൊരു വികസന കാഴ്ചപ്പാടുണ്ടെന്ന് പറഞ്ഞു. ആ വികസന കാഴ്ചപ്പാടിനെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളായിട്ട്, നമ്മുടെ വികസന സ്വപ്നങ്ങളെയാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളായിട്ട് സൂചിപ്പിക്കുന്നത്. ഈ വികസന ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെയാണ് നമ്മൾ ഉപലക്ഷ്യങ്ങളായിട്ട് അല്ലെങ്കിൽ ടാർഗറ്റുകളായിട്ട് സൂചിപ്പിക്കുന്നത്. അതിനുശേഷം ഈ ടാർഗറ്റുകൾ എത്രമാത്രം നേടിയെടുത്തു അല്ലെങ്കിൽ ഇനി എത്രമാത്രം നേടിയെടുക്കണം എന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത് സൂചകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പം 3 കാറ്റഗറിയാണ് നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് സൂചിപ്പിക്കുന്നത്. ഒന്ന് വികസന ലക്ഷ്യങ്ങളാണ്, 2 ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട പ്രവർത്തനങ്ങളാണ്, ഇത് ടാർഗറ്റുകളായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. മൂന്നാമത്തത് ഈ ടാർഗറ്റുകൾ എത്രമാത്രം, ഈ പ്രവർത്തനങ്ങൾ എത്രമാത്രം നടപ്പിലാക്കി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അസസിംഗ് ടൂൾ ആയിട്ടാണ്, അളവുകോലുകളായിട്ടാണ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സിനെ അല്ലെങ്കിൽ സൂചകങ്ങളെ ഡിഫൈൻ ചെയ്യുന്നത്. ഈ സൂചകങ്ങൾ എന്ന് പറയുന്നത് പ്രാദേശിക തലത്തിൽ തന്നെ ഇതിൽ എത്രമാത്രം നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഓരോ പ്രവർത്തനങ്ങൾക്ക് അനുസൃതമായിട്ട് അത് അസസ് ചെയ്യുന്നതിനുള്ള മോണിറ്ററിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ടാണ് സൂചകങ്ങളെ ഡിഫൈൻ ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായി റാങ്കുകളെല്ലാം നിർണ്ണയിക്കുകയും പ്രാദേശിക തലത്തിൽ തന്നെ ഓരോ സംസ്ഥാനങ്ങളുടെ റാങ്കുകൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ റിലീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 2020 ആയപ്പോൾ കോവിഡിന് ശേഷം 2020-21 കൂടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ പ്രാദേശികവൽക്കരണം അനിവാര്യമാണെന്നുള്ള കാഴ്ചപ്പാടിലേക്ക് മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ് മൂവ് ചെയ്യുകയും അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രാദേശികവൽക്കരണം, ലോക്കലൈസേഷൻ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റവും താഴത്തെ തട്ടിലാണ് ഇതിന്റെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പോൾ പ്രാദേശികവൽക്കരണം എന്നുള്ള ഒരു ആശയം കൂടെ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് 2021 കൂടെ പുതിയൊരു ഗൈഡ് ലൈനും പ്രിൻസിപ്പിൾസും ഒക്കെ മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ് റിലീസ് ചെയ്യുകയുണ്ടായി. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് പ്രാദേശികവൽക്കരണം, ലോക്കലൈസേഷൻ എന്നുള്ള ഒരു ടെർമിനോളജി കൂടെ ഏറ്റവും നല്ല രീതിയിൽ ഇവോൾവ് ആയി. അപ്പം 17 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെ പ്രാദേശികവൽക്കരണത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ നമ്മൾ 9 വിഷയാധിഷ്ഠിത ലക്ഷ്യങ്ങളായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തു. ഈ 9 വിഷയാധിഷ്ഠിത ലക്ഷ്യങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ഈ 9 വിഷയാധിഷ്ഠിത ലക്ഷ്യങ്ങളെ തിമാറ്റിക് അപ്രോച്ചസ് എന്നുള്ള രീതിയിലാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെ ഡെസിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2021 കൂടെ ഇന്ത്യ മൊത്തം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ 9 വിഷയാധിഷ്ഠിത ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്, ആദ്യത്തെ വിഷയാധിഷ്ഠിത ലക്ഷ്യമായിട്ട് പറയുന്നത് പോവർട്ടി ഫ്രീ വില്ലേജ് ആണ്. രണ്ടാമത്തെ വിഷയാധിഷ്ഠിത ലക്ഷ്യമായിട്ട് സംസാരിക്കുന്നത് ഹെൽത്തി വില്ലേജ് ആണ്, ആരോഗ്യ ഗ്രാമം. മൂന്നാമത്തെ വിഷയാധിഷ്ഠിത ലക്ഷ്യമായിട്ട് പറയുന്നത് ചൈൽഡ് ഫ്രണ്ട്ലി വില്ലേജ് ആണ്, ബാലസൗഹൃദ ഗ്രാമപഞ്ചായത്തുകൾ. നാലാമത്തെ വിഷയാധിഷ്ഠിത ലക്ഷ്യമായിട്ട് പറയുന്നത് വാട്ടർ സഫിഷ്യന്റ് വില്ലേജ്, ജല പര്യാപ്ത ഗ്രാമം, ജലസമൃദ്ധ ഗ്രാമം എന്നുള്ള രീതിയിലാണ്. അഞ്ചാമത്തെ തിമാറ്റിക് അപ്രോച്ച് ആയിട്ട് പറയുന്നത് ശുചിത്വവും ഹരിതാഭവുമായ ഗ്രാമം, ക്ലീൻ ആൻഡ് ഗ്രീൻ വില്ലേജ്. ആറാമത്തെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള വിഷയാധിഷ്ഠിത ലക്ഷ്യമായിട്ട് പറയുന്നത് സ്വയം പര്യാപ്തമായ അടിസ്ഥാന സൗകര്യങ്ങളോട് കൂടിയ ഗ്രാമം, സെൽഫ് സഫിഷ്യന്റ് ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ള രീതിയിലാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഏഴാമത്തെ വിഷയാധിഷ്ഠിത ലക്ഷ്യമായിട്ട് പറയുന്നത് സോഷ്യലി സെക്യൂർഡ് വില്ലേജ്, അതായത് സാമൂഹ്യ സുരക്ഷിത ഗ്രാമം. എട്ടാമത്തെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള
തീമായിട്ട് സൂചിപ്പിക്കുന്നത് ഗുഡ് ഗവേണൻസ് ആണ്, സദ്ഭരണം. അതുപോലെ 9ാമത്തെ തീമായിട്ട് നമ്മളിവിടെ പറയുന്നത് വിമൻ ഫ്രണ്ട്ലി ഗ്രാമപഞ്ചായത്തുകളാണ്, സ്ത്രീ സൗഹൃദ ഗ്രാമപഞ്ചായത്ത്. നാഷണൽ ലെവലിൽ നമുക്ക് ഈ 9 തിമാറ്റിക് അപ്രോച്ചസിലൂടെയാണ് സുസ്ഥിര വികസന ലക്ഷ്യത്തിന്റെ പ്രവർത്തനങ്ങൾ മാർക്ക് ചെയ്യുന്നതിനും ഗ്രേഡ് ചെയ്യുന്നതിനുള്ള സംവിധാനം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ വൈബ്രന്റ് ഗ്രാമസഭ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നടപ്പിലാക്കുന്നതിനും സങ്കൽപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതും ഈ പറയുന്ന തിമാറ്റിക് അപ്രോച്ചസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. സങ്കല്പുകളായിട്ട് കണക്കാക്കുന്നത് ഈ 9 വിഷയമേഖലകളെയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം തന്നെ മിനിസ്ട്രി ഓഫ് പഞ്ചായത്തി രാജ് ഫോക്കസ് ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഏതെങ്കിലും 2 വിഷയാധിഷ്ഠിത ലക്ഷ്യങ്ങൾ അതത് ഗ്രാമപഞ്ചായത്തുകളുടെ സങ്കല്പുകളായിട്ട് സെലക്ട് ചെയ്യുന്നതിനും ഈ സങ്കല്പിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രാദേശികവൽക്കരണം നടപ്പിലാക്കണം എന്നുള്ള ഒരു ക്രൈറ്റീരിയ ആയിരുന്നു ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കേരളത്തിൽ ഇതെത്തിയപ്പോൾ 9 വിഷയാധിഷ്ഠിത ലക്ഷ്യങ്ങൾക്ക് പകരം 10ാമത്തെ ഒരു വിഷയാധിഷ്ഠിത ലക്ഷ്യം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് 10 വിഷയാധിഷ്ഠിത ലക്ഷ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് കേരളത്തിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. 10ാമത്തെ വിഷയാധിഷ്ഠിത ലക്ഷ്യമായിട്ട് നമ്മൾ ഇവിടെ പറയുന്നത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. കേരളത്തിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി നടക്കുന്നതിന്റെ ഒരു അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് നവകേരള കർമ്മ പരിപാടിയുടെ ഭാഗമായിട്ട് തന്നെ 4 മിഷനുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ആസൂത്രണം ചെയ്തിട്ടുള്ള 4 മിഷനുകളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഈ 4 മിഷനുകളിൽ തന്നെ ലൈഫ് മിഷൻ ആയിക്കോട്ടെ, ഹരിത കേരള മിഷൻ ആയിക്കോട്ടെ, ആർദ്രം മിഷൻ ആയിക്കോട്ടെ, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ആയിക്കോട്ടെ, ഈ 4 മിഷനുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് 17 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ പ്രവർത്തനങ്ങൾ വിഷയാധിഷ്ഠിത ലക്ഷ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രാദേശിക തലത്തിൽ നടപ്പിലാക്കുന്നതിന് കേരള സംസ്ഥാനം ഡിസൈഡ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. അപ്പം ഈ നാഷണൽ ലെവലിൽ സംസാരിക്കുമ്പോൾ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്ന കൺസെപ്റ്റ് 3ാമത്തെ വിഷയമേഖലയായിട്ടുള്ള ബാലസൗഹൃദ ഗ്രാമപഞ്ചായത്തിലാണ് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്രവർത്തനങ്ങൾ 2021 കൂടെ തുടങ്ങുകയും പ്രാദേശികവൽക്കരണം പൂർണ്ണമായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു വരികയാണ്. കഴിഞ്ഞ വർഷം ഇതിനെ ഒന്നുകൂടെ വികസിപ്പിച്ച് ഏറ്റവും പ്രാദേശിക തലത്തിൽ തന്നെ ഇതിന്റെ അസസ്മെന്റും നടപ്പിലാക്കണം എന്നുള്ള ഒരു ആശയത്തിൽ വന്നതിന്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് വികസന സൂചിക, പഞ്ചായത്ത് ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് PDI, പഞ്ചായത്ത് ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ ഇതിന്റെ ഭാഗമായി മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ് നേതൃത്വം നൽകിക്കൊണ്ട് ഒരു ഡെവലപ്മെന്റൽ ഫ്രെയിംവർക്ക് പ്രിപ്പയർ ചെയ്തു. ഈ ഡെവലപ്മെന്റൽ ഫ്രെയിംവർക്കിൽ 577 സൂചകങ്ങൾ 9 വിഷയമേഖലകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഡെവലപ്പ് ചെയ്യുകയും അതിന്റെ പ്രോസസ്സ് ഓരോ ഗ്രാമപഞ്ചായത്തുകളും അവരവരുടെ നിലവിലെ സ്ഥിതി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഡാറ്റ എൻട്രിയിലൂടെ, അതായത് നിലവിലെ സ്കോർ എത്രയാണ്, ഒരു പഞ്ചായത്തിൽ ഓരോ വിഷയത്തിലും നടത്തിയ പ്രവർത്തനത്തിൽ നിലവിലെ അവരുടെ സ്ഥിതി മനസ്സിലാക്കുന്നതിന് ഈ സൂചകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് റാങ്കിങ്ങിലേക്ക് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള പഞ്ചായത്ത് ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ തലത്തിൽ തന്നെയാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. 9 വിഷയമേഖലകളിലായി 577 സൂചകങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള സ്കോറുകൾ ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെന്റിലൂടെയാണ് ഇതിന്റെ മൂല്യനിർണ്ണയം നടപ്പിലാക്കുന്നതും അതനുസരിച്ച് ഓരോ ഗ്രാമപഞ്ചായത്തുകളുടെ സ്കോറ് സോഫ്റ്റ്വെയർ വഴി തന്നെ ഓട്ടോമാറ്റിക്കലി ലഭിക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇതിനോടകം തന്നെ നടപ്പിലാക്കിയത്. അപ്പൊ ഇതിൽ നിന്നും 2 ഗുണങ്ങളാണ് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് 20-ന് ശേഷമുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്തുകൾക്ക് അവരുടെ മുതൽക്കൂട്ടായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നാഷണൽ പഞ്ചായത്ത് അവാർഡാണ്. നാഷണൽ പഞ്ചായത്ത് അവാർഡ് ഈ 9 വിഷയമേഖലകൾക്കായിട്ട് കൊണ്ടുവരികയും ഓരോ വിഷയമേഖലകൾക്ക് ആദ്യത്തെ ഘട്ടം നമ്മൾ 50 ലക്ഷം രൂപ ഒരു വിഷയമേഖലയ്ക്ക് 1ാം സ്ഥാനത്ത് ലഭിക്കുന്ന ഗ്രാമപഞ്ചായത്തുകൾക്ക് നൽകാൻ തീരുമാനിക്കുകയും അങ്ങനെ 9 വിഷയമേഖലകൾക്കും അവാർഡ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഇതിനെ കൊണ്ടുവന്നു. അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് പ്രാദേശികവൽക്കരണം തന്നെയാണ്. അപ്പൊ അതിനുവേണ്ടി ഓരോ ഗ്രാമപഞ്ചായത്തുകളും ഉത്സാഹിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ പുരോഗതികൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്യാനും അതിനെ ട്രാക്ക് ചെയ്തുകൊണ്ട് ഒരു മോണിറ്ററിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു പ്രവർത്തനമാണ് പഞ്ചായത്ത് ഡെവലപ്മെന്റ് ഇൻഡെക്സിലൂടെ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചത്. ഇപ്പം കഴിഞ്ഞ വർഷം റിലീസ് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഏറ്റവും പ്രശംസനീയമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് 50 ലക്ഷം എന്നുള്ളത് ഒറ്റയടിക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അത് 1 കോടിയിലേക്ക് ഉയർത്തുകയും അവാർഡ് ലഭിച്ച 1ാം സ്ഥാനം ലഭിച്ച ഗ്രാമപഞ്ചായത്തുകൾക്ക് 1 കോടി രൂപ അവാർഡ് തുകയായിട്ട് കൊടുക്കുകയും ചെയ്തു. കൂടാതെ സ്പെഷ്യൽ കാറ്റഗറി പുരസ്കാരമായിട്ട് 3 സ്പെഷ്യൽ കാറ്റഗറി പുരസ്കാരവും അവർ ഉൾപ്പെടുത്തുകയുണ്ടായി.
അതിൽ ആദ്യത്തെ സ്പെഷ്യൽ കാറ്റഗറി ആയിട്ട് സംസാരിക്കുന്നത് കാർബൺ ന്യൂട്രൽ ഗ്രാമപഞ്ചായത്തുകൾക്ക് 1 കോടി രൂപ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അവരുടെ പ്രവർത്തന പുരോഗതി വിലയിരുത്തിയിട്ട് നൽകാമെന്നുള്ളൊരു ഡിസിഷനിലേക്കും കഴിഞ്ഞ തവണ കേരളത്തിന് തന്നെയാണ് ആ സ്പെഷ്യൽ കാറ്റഗറി പുരസ്കാരമൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ സ്പെഷ്യൽ കാറ്റഗറി പുരസ്കാരത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകൾക്ക് ആദ്യഘട്ടം 5 ഗ്രാമപഞ്ചായത്തുകൾക്കാണ് ഇതിന്റെ അവാർഡ് നമുക്ക് 9 വിഷയമേഖലകളിലായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം നമ്മുടെ അവാർഡ് റിലീസ് ചെയ്ത സമയത്ത്, അതായത് 22-23 അവാർഡായിരുന്നു, ആ സാമ്പത്തിക വർഷത്തിലത്തെ പ്രവർത്തനത്തിൽ അവാർഡായിരുന്നു ഈ വർഷം അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഡിലേ വരികയും അതിന്റെ പ്രവർത്തനങ്ങൾ ഡിസംബറോടുകൂടി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ചു. പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. റാങ്കിംഗ് നില പഞ്ചായത്ത് വികസന സൂചികയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അതിനെ അസസ് ചെയ്യുകയും അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പഞ്ചായത്തുകൾക്ക് അവാർഡ് നൽകുകയും സ്പെഷ്യൽ കാറ്റഗറി പുരസ്കാരത്തിന് ഇന്ത്യയിലെ ഏറ്റവും നല്ല ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ള അവാർഡ് കിലയ്ക്ക് ലഭിക്കുകയാണ് ഉണ്ടായത്. 22-23 കാലഘട്ടത്തിലെ പ്രവർത്തന മികവിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കിലയ്ക്ക് ഈ അവാർഡ് നമ്മളിപ്പം കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പ്രാദേശിക തലത്തിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓരോ ആസൂത്രണ പ്രക്രിയകളിലും ഇതിന്റെ പ്രൊജക്റ്റുകളെ ഇന്റഗ്രേറ്റ് ചെയ്ത് ഓരോ തരത്തിലും ഇതിന്റെ ഏത് വിഷയമേഖലയാണോ ഇതിന് ആപ്റ്റ് ആയിട്ടുള്ളത് അതിനനുസരിച്ചിട്ടുള്ള പ്രൊജക്റ്റുകൾ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അവരുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് വരും വർഷങ്ങളിലെ പ്രവർത്തനങ്ങൾ ഏറ്റവും മികവുറ്റതാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനോടകം മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ് പറയുകയും അതിനനുസരിച്ച് ഓരോ സംസ്ഥാനങ്ങളും ഇതിന്റെ പ്രവർത്തനങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ 17 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഇപ്പോൾ പഞ്ചായത്ത് വികസന സൂചികയിലേക്ക് എത്തി നിൽക്കുമ്പോൾ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ഇന്റഗ്രേറ്റ് ചെയ്ത് 9 വിഷയങ്ങളിലെ അടിസ്ഥാനപ്പെടുത്തി ഓരോ സംസ്ഥാനങ്ങളെ വിലയിരുത്തുകയും ഒപ്പം ഗ്രാമപഞ്ചായത്തുകളെ വിലയിരുത്തുന്നതിനുള്ള ഒരു സംവിധാനമാണ് പഞ്ചായത്ത് വികസന സൂചികയിൽ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതാണ് നിലവില് തുടക്കം മുതൽ 2015 തുടങ്ങി ഇപ്പൊ 2025 എത്തി നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ ഇന്ത്യയിലും കേരളത്തിലും നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടാണ് ഞാനിവിടെ സംസാരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി മാഡം. 2-3 ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. ഒന്ന്, ഇപ്പോൾ നമ്മുടെ ഒരു സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു 5 വർഷമാണ് ഇനി നമുക്ക് നമ്മുടെ മുൻപിലുള്ളത്. ഇവയുടെ അതായത് ഈ പ്രവർത്തനം താഴെത്തട്ടിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമുക്കൊരു 5 വർഷമാണുള്ളത്. ഒരുപക്ഷെ നമ്മുടെ ഒരു സംസ്ഥാനത്തിന്റെ ഒരു തുടർ പ്രവർത്തനങ്ങൾ ഈ അടുത്ത 5 വർഷം കൊണ്ട് എത്തരത്തിലാണ് ഈ 17 ലക്ഷ്യങ്ങൾ അഥവാ ഈ നമ്മുടെ 9 വിഷയമേഖലകളെ എത്തരത്തിലാണ് നമ്മൾ ഇതിനെ മുന്നിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, വളരെ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. കാരണം 2015 തുടങ്ങി 2025 ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുമ്പോൾ 10 വർഷം നമ്മൾ പിന്നിട്ടു. ഈ 10 വർഷത്തിൽ നമ്മൾ 17 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുമ്പോൾ അതിലാകെ ഒരു ലക്ഷ്യം മാത്രമാണ് ഇതിനോടകം തന്നെ കേരളം 100% ടാർഗറ്റ് മീറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് 7ാമത്തെ സുസ്ഥിര വികസന ലക്ഷ്യം. അത് 100% അച്ചീവ്മെന്റ് ആണ് കേരളത്തിന് ഇപ്പൊ ഉള്ളത്. മറ്റ് 16 വിഷയമേഖലകളിലും 2030 പൂർണ്ണമായി നേടിയെടുക്കുക എന്നുള്ളതിന് ഉപരി ഒരുപാട് പ്രവർത്തനങ്ങൾ ഇനിയും പ്രാദേശിക തലത്തിൽ നമുക്ക് ചെയ്യാനുണ്ട്, നമുക്ക് നേടിയെടുക്കാനുണ്ട്. കാരണം റാങ്കിങ് ഇപ്പൊ ലേറ്റസ്റ്റ് റിലീസ് ചെയ്ത റാങ്ക് അനുസരിച്ച് നോക്കുമ്പം ഓരോ വിഷയങ്ങളിലും ഒരു 10-12ഓളം തീമുകളിൽ നമുക്ക് ഏകദേശം 80-ന് മേലെയുള്ള കോമ്പോസിറ്റ് ഇൻഡെക്സ് സ്കോറാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് ഇപ്പം ആദ്യത്തെ വിഷയം ദാരിദ്ര്യ ലഘൂകരണം എടുക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ സ്കോർ ആയിട്ട് പറയുന്നത് 81 കോമ്പോസിറ്റ് ഇൻഡെക്സ് സ്കോർ. ഓൾ ഇന്ത്യ ലെവലിൽ നോക്കുമ്പോൾ നമ്മുടെ റാങ്ക് എന്ന് പറയുന്നത് 7ാമത്തെ റാങ്കാണ്. ഓക്കെ, ഇനി നേരെ മറിച്ച് 2ാമത്തെ സുസ്ഥിര വികസന ലക്ഷ്യം എടുക്കുമ്പോൾ നമ്മുടെ റാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ സ്കോർ 84, റാങ്ക് 1ാമത്തെ നിൽക്കുന്നുണ്ട്. ഇനി 3ാമത്തെ എടുക്കുമ്പം ഹെൽത്ത് ആയിരുന്നു, അതിൽ നമ്മുടെ സ്കോർ 80, പക്ഷെ റാങ്ക് 6ാമത്തെ റാങ്കിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ 17 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഒരെണ്ണം പൂർണ്ണമായും നേടിയെടുത്തു. ബാക്കിയുള്ളതിന്റെ ഒക്കെ സ്കോറുകൾ നോക്കുമ്പോൾ ഈ 80, 70 അതില് 50-ന് മേലെ കിടക്കുന്ന 2 വിഷയങ്ങൾ മാത്രമേ 50-ന് മേലെ കിടക്കുന്നുള്ളൂ. അതിന്റെ സ്കോർ ഒന്ന് 12ാമത്തെ നമ്മുടെ സുസ്ഥിര ഉപഭോഗം, ആ സുസ്ഥിര വികസന ലക്ഷ്യത്തിലാണ് നമ്മുടെ റാങ്ക് 27ാമത്തെ റാങ്കാണ്, നമ്മുടെ സ്കോർ 53. അത് കൂടാതെ 14ാമത്തെ സുസ്ഥിര വികസന ലക്ഷ്യം, അതിൽ നമ്മുടെ റാങ്ക് സ്കോർ വരുന്നത് 51,
റാങ്ക് വരുന്നത് 7 അപ്പൊ മൊത്തം ഒരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ പ്രാദേശിക തലത്തിൽ ആസൂത്രണം ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള ഒരു ഡിസ്കഷന്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടി ഊർജിതമാക്കാനും പഞ്ചായത്ത് ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നതിനെ നമ്മളൊന്ന് റിഫൈൻ ചെയ്തിട്ട് നമ്മൾ 2 രീതിയിലാണ് അതിന്റെ ഫോക്കസ് ഏരിയ ആയിട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. പഞ്ചായത്ത് അഡ്വാൻസ് ഇൻഡെക്സ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുവരികയാണ്. അപ്പൊ ഈ അഡ്വാൻസ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ നിലവിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും കുറച്ചും കൂടെ, അതായത് അപ്ഗ്രേഡ് ചെയ്യേണ്ട പ്രയോറിറ്റി മേഖലകൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ആസൂത്രണ പ്രവർത്തനങ്ങൾ ആദ്യത്തെ 3 വർഷത്തേക്ക് ഷോക്കേസ് ചെയ്യിക്കാനും, അതായത് 25, 26, 26, 27, 27, 28 എന്ന വർഷങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനും, പിന്നീടുള്ള ഒരുപാട് ബാക്കിൽ നിൽക്കുന്ന സൂചകങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റൽ സിസ്റ്റം ഇന്ത്യയിൽ ഒട്ടാകെ കൊണ്ടുവരണം എന്നുള്ളൊരു ഡിസിഷൻസിലാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇപ്പൊ ഇതിനോടകം തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ഈ അഡ്വാൻസ് ഇൻഡെക്സ് എന്ന് പറയുന്ന മേഖലയിലേക്ക് പോകുമ്പോൾ 577 സൂചകങ്ങളെ കുറയ്ക്കുന്നതിനും കൂടെ വേണ്ടിയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അപ്പൊ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ഈ ഒരു 5 വർഷം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഇപ്പൊ പ്രാദേശികവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ വിഷയമേഖലകളെ കുറിച്ച് പറയുമ്പോഴും ഇതില് ഒരുപാട് പരിമിതികളുണ്ട്, ചെയ്യുന്നുണ്ട്. പക്ഷെ അത് 100% എത്തിച്ചേരാൻ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അപ്പൊ അതിനുള്ള ആസൂത്രണ പ്രവർത്തനങ്ങളിലാണ് ആദ്യത്തെ 3 വർഷത്തേക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ 17 ലക്ഷ്യങ്ങളെ കുറിച്ച് സംസാരിച്ചു. അതില് നമ്മുടെ രാജ്യത്തിന്റെ 9 വിഷയാധിഷ്ഠിത ലക്ഷ്യങ്ങളെ കുറിച്ചും പറഞ്ഞു. ഒരുപക്ഷെ കേരളം, മാഡത്തിന്റെ ഒരു കാഴ്ചപ്പാടില് കേരളം ഇതിൽ ഏത് ലക്ഷ്യമാണ് ഒരുപക്ഷെ ആദ്യം കൈവരിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് എങ്ങനെയാണ് നമ്മുടെ ഒരു പുരോഗതി അത്തരത്തിലൊന്ന് വിലയിരുത്തുകയാണെങ്കിൽ? നമുക്കിത് 7 അല്ലെങ്കിൽ എല്ലാ ലക്ഷ്യങ്ങളും നമ്മൾ കൈവരിക്കേണ്ടതുണ്ട്. അതാണ് നമ്മുടെ മുൻപിലുള്ള ഒരു ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷെ ഏതൊക്കെ നമുക്ക് ആദ്യം കൈവരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രൊജക്ട് ചെയ്യാൻ പറ്റുന്നത്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകാ മോഡലായിട്ടാണ് കേരളത്തിനെ നമ്മൾ നോക്കിക്കാണുന്നത്. അപ്പൊ ഇതില് 2 രീതിയിലുള്ള ഒരു കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. കേരളത്തിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നവകേരള കർമ്മ പരിപാടിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് 4 വിഷയമേഖലകളെ ഫോക്കസ് ചെയ്തിട്ടാണ് കേരളത്തിന്റെ പ്രവർത്തനങ്ങൾ ആദ്യഘട്ടം തുടങ്ങിയത്. ഇപ്പോ 2ാം ഘട്ടം ഫേസ് 2ലും ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ കേരളത്തിന്റെ സംസ്ഥാന സർക്കാരിന്റെ അജണ്ട അനുസരിച്ചിട്ട് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ദാരിദ്ര്യ മുക്ത കേരളം എന്ന് പറയുന്ന അജണ്ടയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സിന്റെ സ്റ്റാറ്റസ് നീതി ആയോഗ് റിലീസ് ചെയ്ത റിപ്പോർട്ട് അനുസരിച്ച് നോക്കുമ്പോൾ തന്നെ 0.5 എന്നുള്ള കാറ്റഗറിയിലാണ്. അതായത് 0.5 എന്ന് പറയുമ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ഏറ്റവും മൈന്യൂട്ട് ആയിട്ട് അതിദരിദ്രമുള്ള സംസ്ഥാനമാണ് കേരളമായിട്ട് കണക്കാക്കുന്നത്, ഏറ്റവും കുറവ്. അപ്പൊ ബാക്കി സംസ്ഥാനങ്ങളൊക്കെ നോക്കുമ്പോൾ 30, 35 ലെവലിലാണ് കോമ്പോസിറ്റ് സ്കോർ നിൽക്കുന്നത്. പക്ഷെ റാങ്കിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും അത് 1ാം സ്ഥാനത്ത് കേരളം നിൽക്കുന്നുണ്ട്. കാരണം ഏറ്റവും കുറവ് അതിദരിദ്രമുള്ള സംസ്ഥാനം കേരളമാണ്. അപ്പം കേരളത്തിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ചെയ്തു കഴിഞ്ഞു. അതിന്റെ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഒരു വലിയ സർവേ പ്രവർത്തനങ്ങളിലൂടെ കേരളം തന്നെ നോക്കി കണ്ടു എത്ര പേര് അതിദരിദ്രരുണ്ട്. അതിന്റെ കറക്റ്റ് കാൽക്കുലേഷനും നമ്മുടെ ലൈവ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഒരു പഞ്ചായത്തിൽ, ഒരു വാർഡിൽ എത്ര പേരുണ്ട്, അത് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് മെഷറബിൾ ആയിട്ട് കൊണ്ടുവരാൻ കേരളത്തിന് സാധിച്ചു എന്നുള്ളതും കൂടെ ഒരു വലിയ അച്ചീവ്മെന്റ് ആണ്. അപ്പൊ അതിന് നമ്മളിപ്പം സ്കോറായിട്ട് പറയുന്നത് 81 ആണെങ്കിലും ഇപ്പൊ നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ റാങ്കിങ് 7 ആണ് നിൽക്കുന്നത്. മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സിന്റെ ഡൊമൈൻസിന്റെ പ്രത്യേകതയ്ക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ റാങ്കിങ്ങിലേക്ക് മൂവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു പ്രവർത്തനത്തിൽ നമ്മൾ അസസ് ചെയ്തിട്ടുള്ള അതിദരിദ്ര കുടുംബങ്ങൾക്ക് നമ്മൾ ഏറ്റവും നല്ല എത്ര അതിദരിദ്രരുണ്ട് അവരെ ഐഡന്റിഫൈ ചെയ്ത് വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രാദേശിക തലത്തിൽ തന്നെ അവർക്ക് മൈക്രോ പ്ലാൻ, ഇൻഡിവിജ്വൽ കെയർ പ്ലാൻ ഉൾപ്പെടെ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വർഷം നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ നമ്മൾ ദാരിദ്ര്യമുക്ത കേരളം എന്ന് ഡിക്ലെയർ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളാണ് ഇതിനോടകം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ നമ്മുടെ സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. ഒപ്പം തന്നെ മാലിന്യമുക്ത കേരളം നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് പാരലലായിട്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ അജണ്ടയിൽ ദാരിദ്ര്യമുക്ത കേരളം എന്ന് മാത്രമല്ല മാലിന്യമുക്ത സംസ്ഥാനം എന്നുള്ള ഒരു രീതിയിലേക്കും കൂടെ ഇതിന്റെ പ്രവർത്തനങ്ങൾ ഇതിനോടകം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായും അതിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് നമ്മളിവിടെ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ആ 2 ഗോളുകളുടെ കാര്യം ഓൾറെഡി ഏകദേശം ഒരു തീരുമാനത്തിലായിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ തന്നെ വളരെ കൃത്യമായിട്ട്
അസസ്മെന്റ് ക്രൈറ്റീരിയയിൽ വരുമ്പോൾ തന്നെ നമ്മുടെ സ്കോറും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. നമ്മൾ 80 നമ്മുടെ സ്കോർ വരുന്നത്. അപ്പൊ ഇനി ഒരു 20 എന്ന് പറയുന്നത് അത് വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമല്ല. പക്ഷെ ഏറ്റവും പ്രാദേശിക തലത്തിലേക്ക് അത് കടന്നു വരുമ്പോൾ ഇപ്പൊ വാക്സിനേഷൻ ഉൾപ്പെടെ, ഇമ്മ്യൂണൈസേഷന്റെ കാര്യങ്ങൾ ഉൾപ്പെടെ, സ്ത്രീകളുടെ കൗമാരപ്രായക്കാരായിട്ടുള്ള പെൺകുട്ടികളുടെയും ഹീമോഗ്ലോബിന്റെ അളവ് ഉൾപ്പെടെ 12 ആകേണ്ട എന്ന് പറയുന്ന അജണ്ടയിലൂടെ സംസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് 100% എത്തിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും അടുത്ത അജണ്ടയായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്. കൂടാതെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും അത് നമ്മളിപ്പം നമ്മുടെ സ്കോർ 1 തന്നെയാണ്. ക്വാളിറ്റി എഡ്യൂക്കേഷനിൽ നമ്മുടെ സ്കോർ 82 റാങ്ക് 1 അപ്പൊ ഈ ഹൈ ലെവലിൽ നിൽക്കുന്ന നമ്മൾ 80 മേലെ സ്കോർ കിട്ടുന്ന എല്ലാ വിഷയാധിഷ്ഠിത ലക്ഷ്യങ്ങളും സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ ഭാഗമായിട്ട് പ്രാദേശിക കർമ്മ പരിപാടികളിൽ ഉൾപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മുടെ സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയാണ് നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റുകളുടെ കൺവേർജൻസും ഒപ്പം ഇന്റർലിങ്കേജസും ഏതൊക്കെ പ്രവർത്തനങ്ങളാണോ അതത് ഡിപ്പാർട്ട്മെന്റുകളും കൂടെ സംയോജിച്ച് ഒരു ഏകീകരിച്ച പ്രവർത്തന മാതൃകയാണ് ഇതിന്റെ ഭാഗമായിട്ട് നോക്കിക്കാണുന്നത്, നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ചോദ്യം കൂടി, അവസാനത്തെ ചോദ്യമായിട്ടാണ്. ഒരുപക്ഷെ ഇതിനെ നമ്മുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെയും ഒപ്പം നമ്മുടെ തിമാറ്റിക് ഏരിയാസിനെയൊക്കെ തന്നെ താഴെത്തട്ടിലേക്ക് എത്തിച്ചതിൽ കിലയുടെ പങ്ക് വളരെ വലുതാണ്. അപ്പോൾ കിലയിൽ ഇതിനു വേണ്ടിയിട്ട് ഒരു സെന്റർ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്, സെന്റർ ഫോർ SDGs. കിലയുടെ ഈ മേഖലയിലെ പ്രവർത്തനത്തെ കൂടി ഒന്ന് വിശദീകരിക്കാം. കേരളത്തിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നോഡൽ ഏജൻസി കൂടെയാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ കില. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് തന്നെ ഇതിനോടകം തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുമ്പോൾ പാരലൽ ആയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജാണ് ഇതിന്റെ ലീഡ് റോൾ ചെയ്യുന്നതെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ടായി. ഇതിന്റെ ഭാഗമായി രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ RGSA എന്ന് പറയുന്ന പ്രൊജക്ടിന്റെ അല്ലെങ്കിൽ സ്കീമിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പൂർണ്ണമായും പ്രാദേശിക തലത്തിൽ ഇത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവയർനെസ് ക്യാമ്പയിൻ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇതിനോടകം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. കിലയിലൂടെ ഇതിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷന് ഇതിന്റെ ഈ RGSAയുടെ ഭാഗമായിട്ട് തന്നെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പ്രാദേശിക തലത്തിൽ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും പൂർണ്ണമായി ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഓരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കേണ്ടത്. ഒരു പുതിയ ജനപ്രതിനിധി കടന്നു വരുമ്പോൾ ഈ വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള ഏറ്റവും നല്ല രീതിയിലുള്ള ട്രെയിനിങ് സെഷൻസും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളും പ്രാദേശികവൽക്കരണത്തിനെ അടിസ്ഥാനപ്പെടുത്തി പഞ്ചായത്തുകളുടെ മികച്ച മാതൃകകളെ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ പഞ്ചായത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ വിഷയമേഖലകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളെ എടുത്തു കാണിച്ചുകൊണ്ട് അത് ഓൾ ഇന്ത്യ ലെവലിലേക്ക് എടുത്തു കാണിക്കുന്നതിനും ആ പ്രവർത്തനങ്ങളിലൂടെ മറ്റ് സംസ്ഥാനങ്ങൾക്കും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം ഈ വിഷയമേഖലകളിൽ ചെയ്യാം എന്നുള്ള ഒരു മോഡൽ അല്ലെങ്കിൽ ഒരു ഇന്നോവേറ്റീവ് ആക്ടിവിറ്റിയാണ് കില സെന്റർ ഫോർ SDGsലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പലതരത്തിലാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ഏകീകരിച്ചിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾക്ക് അവരവരുടെ പ്രവർത്തനങ്ങൾ പദ്ധതി പ്ലാൻ ഫോർമുലേഷൻ ആണ്, വാർഷിക പദ്ധതി പ്രിപ്പയർ ചെയ്യേണ്ട സമയമാണെങ്കിൽ വിഷയമേഖലകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കൃത്യമായിട്ടുള്ള പ്രൊജക്റ്റുകളുടെ രൂപീകരണം, ഈ ഓരോ വിഷയമേഖലകളിലേക്കും എന്തൊക്കെ കുറവുണ്ട് ആ കുറവുകളെ നികത്തുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു അസസ്മെന്റ് പാക്കേജിലൂടെയാണ് നമ്മൾ ഇതിന്റെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ ഇതിനോടകം ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ത്യയിലെ തന്നെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് കില ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്രാദേശിക സൂചകങ്ങൾ, ലോക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഫ്രെയിംവർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ പഞ്ചായത്ത് വികസന സൂചിക ഉൾപ്പെടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതും അതിന്റെ ആക്ടിവിറ്റീസ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതും. അപ്പൊ ഇതിനു വേണ്ടി ആദ്യമായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രാദേശിക സർക്കാരുകളുടെ പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ റാങ്കിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡാഷ്ബോർഡ് സംവിധാനം കൂടെ ഇതിനോടകം കിലയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈ ഡാഷ്ബോർഡിലൂടെ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മികവ്, അവരെത്രമാത്രം അവരുടെ റാങ്ക് എത്രയാണെന്ന് അസസ് ചെയ്യുന്നതിനും അത് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ തന്നെ അതിന്റെ ഡാറ്റ എൻട്രി പൂർത്തീകരിക്കുന്നതിനും അതിന്റെ കൺസോൾട്ടേഷൻ ഫോർമാറ്റ് കിലയിൽ ഇരുന്ന് ചെയ്യാവുന്ന രീതിയിലേക്ക് നമ്മൾ ഫ്രെയിംവർക്ക് ചെയ്തു വെച്ചിരിക്കുന്നത്. ഒപ്പം പഞ്ചായത്തുകൾക്ക് തന്നെ സ്വയം അസസ് ചെയ്യാൻ നിലവിൽ ഞങ്ങൾ ഇവിടെയാണ് നിൽക്കുന്നത്, ഇനി ഇത്രമാത്രം പ്രവർത്തനങ്ങൾ കൂടെ ചെയ്താൽ ഞങ്ങൾ മറ്റു പഞ്ചായത്തുകളെ പോലെ മികവുറ്റ പഞ്ചായത്താക്കി മാറാം എന്നുള്ള ഒരു ആശയം കൂടെ, പഞ്ചായത്തുകൾ തമ്മിലുള്ള ഒരു ഹെൽത്തി കോമ്പറ്റീഷനും കൂടെ ഇതിന്റെ ഭാഗമായിട്ട്
അവർക്കുള്ള ഒരു തിരിച്ചറിവ്, ഈ വിഷയമേഖലയിൽ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നു, ഇനി ഇത്രമാത്രം മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവും കൂടെ നിലവിലെ സ്ഥിതിയിലൂടെ ഇതിന്റെ ഭാഗമായിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും കൂടെ നമുക്ക് സാധിച്ചു. പിന്നെ ഇത് കൂടാതെ മാതൃകാ പ്രവർത്തനങ്ങൾ, ഈ 9 തീമാറ്റിക് അപ്രോച്ചിന്റെ ഓരോ വിഷയമേഖലകളിലെയും ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഉള്ള ഗ്രാമപഞ്ചായത്തുകളുടെ വീഡിയോ ഡോക്യുമെന്റേഷൻ, അതായത് 3 മുതൽ 4 മിനിറ്റ് വരെ ദൈർഘ്യം വരുന്ന വീഡിയോ ഡോക്യുമെന്റേഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൊണ്ട് പ്രിപ്പയർ ചെയ്യിക്കുന്നതിലും പ്രിപ്പയർ ചെയ്ത ഡോക്യുമെന്റുകളെ, വീഡിയോ ഡോക്യുമെന്റേഷനെ ഓൾ ഇന്ത്യ ലെവലിലേക്ക് കൊണ്ടുവരാനും കൂടെ വേണ്ടി നമുക്ക് സാധിച്ചു. ഒപ്പം ഈ എല്ലാ ഡോക്യുമെന്റ്സും ഒഫീഷ്യൽ ആയിട്ട് തന്നെ കിലയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യാനും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും, എങ്ങനെയായിരിക്കണം ഇത് ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ അവതരണം ഉണ്ടാവേണ്ടത്, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം, എന്തൊക്കെ കമ്പോണന്റുകളാണ് ഇത് ഉൾപ്പെടുത്തേണ്ടത്, മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് പഞ്ചായത്ത് നടപ്പിലാക്കിയിരിക്കുന്നത്, അത്തരത്തിലുള്ള ഒരു സ്ഥിതി വിശകലനത്തിന്റെ അടിസ്ഥാനത്തിലൂടെയാണ് ഗ്രാമപഞ്ചായത്തുകൾ ഇതിന്റെ വീഡിയോ ഡോക്യുമെന്റേഷൻ എന്നുള്ള പ്രവർത്തനത്തിൽ എത്തിച്ചേർന്നത്. ഒപ്പം ഈ ഡോക്യുമെന്റുകളെ ഏറ്റവും നല്ല രീതിയിൽ സർവീസ് കൊടുക്കാനും പ്രാദേശിക തലത്തിൽ തന്നെ കിലയുടെ തന്നെ യൂട്യൂബ് ചാനലായിട്ടുള്ള തദ്ദേശകം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ തന്നെ ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ വ്യൂവേഴ്സ് ഉള്ള ഒരു ചാനലാണ്. ആ ചാനലിലൂടെ ഓരോ ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ ചെയ്ത വീഡിയോസിനെ ഡെസിമിനേറ്റ് ചെയ്യാനും ഒപ്പം പഞ്ചായത്തുകളുടെ പുരോഗതിക്ക് ആവശ്യമായിട്ട് ഈ 9 വിഷയമേഖലകൾക്കും സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലെ 9 വിഷയമേഖലകളിലെ പ്രവർത്തനങ്ങളും കേന്ദ്രീകരിച്ച് എന്തൊക്കെയാണ് അജണ്ടയായി സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയാണ് നമ്മൾ ഈ സെന്ററിന്റെ ഭാഗമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ഇതിന് മോണിറ്ററിംഗ് സംവിധാനത്തിലേക്ക് ബ്ലോക്ക് തലത്തിൽ കേരളത്തിലെ 152 ബ്ലോക്കുകളിലും കൂടെ ആയിട്ട് നമുക്ക് ഏകദേശം ഒരു 177 തിമാറ്റിക് എക്സ്പേർട്ടുകളെയും കൂടെ ഇതിന്റെ ഭാഗമായി കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഏറ്റവും താഴത്തെ തട്ടുള്ള ട്രെയിനിങ്ങുകൾ എന്ന് പറയുമ്പോൾ തന്നെ കിലയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ എല്ലാ ട്രെയിനിങ്ങുകളും നമുക്ക് നടത്താൻ സാധ്യമല്ല. ഒപ്പം നമ്മുടെ റീജിയണൽ സെന്റേഴ്സിലും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് റിസോഴ്സ് സെന്റർ BPRCയിലും ഡിസ്ട്രിക്ട് പഞ്ചായത്ത് റിസോഴ്സ് സെന്റർ DPRCയിലൂടെയും പഞ്ചായത്തുകളിലൂടെയും ഇതിന്റെ പ്രവർത്തനങ്ങൾ ട്രെയിനിങ്ങുകൾ നൽകാനും ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ഹാൻഡ് ഹോൾഡിംഗ് സപ്പോർട്ടിലൂടെ ഇതിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം കൂടെ നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരാൻ പറ്റി. ജില്ലകളിൽ ഇതിന്റെ മോണിറ്ററിംഗ് നടപ്പിലാക്കുന്നത് ജില്ലാ ഫെസിലിറ്റേറ്ററും RGSA കോർഡിനേറ്ററും കൂടെ ചേർന്നിട്ടാണ്. ഇവരുടെ കീഴിലായിട്ട് വരുന്ന ജില്ലയിലെ ബ്ലോക്കുകളെ കേന്ദ്രീകരിച്ച് നമ്മൾ തിമാറ്റിക് എക്സ്പേർട്ടുകളെ അസൈൻ ചെയ്യുകയും അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും നല്ല രീതിയിലുള്ള പ്രാദേശികവൽക്കരണം എന്നുള്ള ഒരു ആശയം, അവർക്ക് വേണ്ട മാക്സിമം സപ്പോർട്ട്, ഒരു ഹാൻഡ് ഹോൾഡിംഗ് ഇതിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നതിനും കിലയ്ക്ക് സാധിച്ചിട്ടുണ്ട്. വളരെ നന്ദി മാഡം. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്തിന് എന്ന വിഷയത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു അവതരണവും ചർച്ചയുമാണ് നമ്മൾ ഇതുവരെ കണ്ടതും കേട്ടതും. ഒരുപക്ഷെ അടുത്ത 5 വർഷങ്ങൾ 2025 തൊട്ട് 30 വരെ നിർണായകമായ വർഷങ്ങൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള ഒരു ഭാഗം, ഒരു കടമ ഈ ലക്ഷ്യങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മുൻപാകെ ഉണ്ട് എന്നുള്ളതാണ്. ഈ 17 ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ 9 ഉപലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ തിമാറ്റിക് ഏരിയാസിൽ നമ്മുടെയൊക്കെ ഇടപെടലും അനിവാര്യമാകേണ്ടതുണ്ട്. നമ്മുടെ ലോകത്തെ എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളെയൊക്കെ തന്നെ ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊക്കെ തന്നെ പ്രാപ്തമാക്കാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ പങ്ക് അനിവാര്യമായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. ഈ 1 മണിക്കൂർ നേരം നമ്മോടൊപ്പം ചേർന്ന് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്തിന്, അവയുടെ പ്രാധാന്യം, നമ്മുടെ രാജ്യത്ത് അതിന്റെ ഇടപെടലുകൾ എങ്ങനെയാണ്, നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ഒപ്പം കിലയുടെ പ്രവർത്തനങ്ങൾ, ഈ മേഖലയിൽ കില നൽകുന്ന നേതൃത്വം, താഴെത്തട്ടുള്ള ഇടപെടലുകൾ ഒക്കെ കുറിച്ച് വളരെ ഗംഭീരമായിട്ട് വളരെ നല്ല രീതിയിൽ ഒരു അവതരണം നൽകിയ പ്രിയപ്പെട്ട സുകന്യ മാഡത്തിന് നന്ദി അർപ്പിക്കുകയാണ്. മാഡം കിലയുടെ സെന്റർ ഫോർ SDGയുടെ കോർഡിനേറ്റർ ആണ്, ഒപ്പം കിലയുടെ റിസർച്ച് അസോസിയേറ്റ് ആയിട്ട് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ പരിപാടിയിൽ SDGകളെ കുറിച്ചും അറിയേണ്ട ഒരുപാട് പുതിയ അറിവുകൾ നൽകിയ മാഡത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.